അശ്ലീലങ്ങൾ നിറഞ്ഞ, ആഭാസങ്ങൾ നിറഞ്ഞ വൃത്തികെട്ട കലകളെയും വിനോദങ്ങളെയും ഇസ്ലാം വളരെ പച്ചയായിട്ട് വ്യക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. നമുക്കറിയാം, വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും വെറും നിസ്കാരവും നോമ്പും അതിന്റെ ഷർത്തും ഫർളും മാത്രം പറഞ്ഞു പോയാൽ പോരല്ലോ. ഇക്കാലത്ത് ജീവിക്കുന്ന നാം കലയും ഇസ്ലാമും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പ്രായം ചെന്ന നമ്മുടെ ഇക്കമാർ, കാരണവന്മാർ, അവർക്ക് അതുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അവരുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും നന്മയുടെ മാർഗം അവർക്ക് പറഞ്ഞു കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ അവരൊക്കെ ബാധ്യസ്ഥരാണ്, നാം ബാധ്യസ്ഥരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇന്നുള്ള കലകളും വിനോദങ്ങളും ഒരല്പം അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ടതായി വരും. എന്താണ് ഇന്നത്തെ അവസ്ഥ? മുസ്ലിമീങ്ങൾക്ക് മാത്രമായിട്ടുള്ള കലകളുണ്ട്. മാപ്പിള കലകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മേഖല മുസ്ലിമീങ്ങളുടെ കലയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മാപ്പിളപ്പാട്ട്. പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ നമുക്ക് പാടിത്തന്ന, രചിച്ചു തന്ന മാപ്പിളപ്പാട്ടുകൾ മിക്കവാറും അവകളുടെ ഇതിവൃത്തം അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സജ്ജനങ്ങളുടെ ജീവചരിതങ്ങളായിരിക്കും. അല്ലെങ്കിൽ മരണം ഓർമ്മിപ്പിക്കാൻ പര്യാപ്തമായ ഈ ലോക ജീവിതത്തിന്റെ നൈമിഷികതയും ഇതിന്റെ മോശമായ ഭാഗങ്ങളും ചിത്രീകരിക്കുന്ന വരികളായിരിക്കും അവകളുടെ ഇതിവൃത്തം. എന്നാൽ ഇന്നത് എത്തിപ്പെട്ടത് എവിടെയാണ്? ഇന്ന് കൈനാത്തിന്റെ രംഗപ്രവേശനത്തോടുകൂടെ ആ മേഖല മലീമസമായിരിക്കുകയാണ്, അല്ലേ? ചാനലുകളിലൊക്കെ നമ്മുടെ പ്രായമായ ഇക്കമാരും ഇത്തമാരും, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഒരു രോഗിയെ കാണാൻ ചെന്നപ്പോൾ രണ്ടാളും ചടഞ്ഞിരുന്നിട്ട് കാണുകയാണ് TV. അപ്പോൾ നമ്മളെ മാപ്പിളപ്പാട്ടല്ലേ, മാപ്പിള എന്നുള്ള പേരുള്ളത് കൊണ്ട് നമ്മുടേതല്ലേ, കുഴപ്പമില്ല, അത് ഇസ്ലാം അതിനെ പാടെ എതിർക്കുന്നില്ല. പക്ഷേ കൈനാത്ത് അവിടെ കടന്നു വരുന്നു. ഇന്ന് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ സ്ത്രീ സൗന്ദര്യം വെളിവാക്കാനും പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ഫാഷൻ പരേഡ് പോലെ അത് അധപതിച്ചിരിക്കുന്നു, ആ മേഖലയെ വഷളാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇനി കായിക വിനോദങ്ങളുടെ അവസ്ഥ പറയുകയാണെങ്കിലോ, ലോകകപ്പ് ഫുട്ബോൾ ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫിഫ റാങ്കിൽ ഒന്നുമല്ലാത്ത ഇന്ത്യ രാജ്യം, ഈ രാജ്യത്തെ പത്രങ്ങൾ മാസങ്ങളായി കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും അഭിപ്രായ പ്രകടനങ്ങളും, അതിനുവേണ്ടി പേജുകൾ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന, നമ്മുടെ കയ്യിലെത്തുന്ന പത്രങ്ങളല്ലേ. ഒരു കായിക വിനോദം എന്ന നിലയിൽ പന്തുകളിയെ നാം വിലയിരുത്തുമ്പോൾ തന്നെ അതിന്റെ പിറകിൽ നടക്കുന്നത്, അതിന്റെ കൂടെ നടക്കുന്നത് വാതുവെപ്പും ചൂതാട്ടവും മദ്യവും വ്യഭിചാരവുമാണെന്ന തിരിച്ചറിയൽ വിശ്വാസികൾക്ക് വേണം. ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ആരാധന മൂത്തിട്ട് മുസ്ലിം ചെറുപ്പക്കാർ ഇവിടെ കുറവാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലൊക്കെ കുറവാണ്. പക്ഷേ മലബാറിൽ, വടക്കൻ മേഖലകളിലൊക്കെ എന്താണ് അവസ്ഥ? ഓരോ കുഗ്രാമങ്ങളിലും ആ രാജ്യങ്ങളുടെ പതാകകൾ, ദേശീയ പതാകകൾ, അതുപോലെ തന്നെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ 10,000 ചിലവഴിച്ചിട്ട് ഒക്കെ മുസ്ലിം ചെറുപ്പക്കാർ. ഇഷ്ട കളിക്കാരുടെ കൂടെ അവരുടെ ഫോട്ടോകൾ തൊലക്കുകയാണ് വെറുതെ. എന്താണ് ഈ കളിയുടെ കൂടെയുള്ളത്? എന്താ? പ്രധാന ടീമായ അർജന്റീന എന്ന ടീമിന്റെ പരിശീലകനായ, ലോകത്തെ ഫുട്ബോൾ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡീഗോ മറഡോണ പറഞ്ഞത് എന്താ? നിങ്ങൾ വായിച്ചില്ലേ പത്രത്തില്? ഞങ്ങൾക്ക് കപ്പ് കിട്ടിയാൽ ഞാൻ, എന്ന് വെച്ചാൽ ആ ടീമിന്റെ പരിശീലകനായ ഞാൻ, കളിക്കളത്തും പുറത്തും പൂർണ്ണ നഗ്നനായി ഓടും, തുണിയും കോണൊന്നുമില്ലാതെ ഓടും പറയാൻ. ഇസ്ലാം എന്നല്ല, ഇസ്ലാമിന്റെ കാര്യം നമുക്ക് വിടാം. പക്വതയുള്ള, ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള ഏതാളുകൾക്കാണ് ഇതൊക്കെ അംഗീകരിക്കാനാവുക? ഇസ്ലാം കലകളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യന്റെ സകല സർഗഗുണങ്ങളെയും ഇസ്ലാം പരിഗണിക്കുന്നു. ആ സർഗഗുണങ്ങളെ നന്മയിലേക്ക് നയിക്കാനും നന്മയിലേക്ക് തിരിച്ചുവിടാനും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രായോഗിക മതമാണ്. ഊഹാധിഷ്ഠിത ആശയ സങ്കല്പങ്ങളുടെ ലോകത്ത് അലഞ്ഞു തിരിയുന്ന ഒരു ദർശനമല്ല ഇസ്ലാം.
സംഭവലോകത്തെ മനുഷ്യരോടാണ് അത് സംവദിക്കുന്നത്. വർത്തമാനകാലത്ത് ജീവിക്കുന്ന എന്നോടും നിങ്ങളോടുമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സംസാരിക്കുന്നത്. 14 നൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയ ഒരു സമുദായത്തോടുള്ള അധ്യാപനം മാത്രമല്ല, അത് കാലിക പ്രസക്തമാണ് എക്കാലത്തേക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിയെയും അവന്റെ താല്പര്യങ്ങളെയും പരിഗണിക്കുന്നു. സംസാരം മുഴുവൻ ദിക്റും ഖുർആൻ പാരായണവും, മൗനം മുഴുവൻ ചിന്തയും, താമസം മുഴുവൻ പള്ളിയിലുമാക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതിന് സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുമില്ല. നീ നാവ് ചലിപ്പിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ദിക്റാകണം, അല്ലെങ്കിൽ ഖുർആൻ വചനമാകണം. നീ ചിന്തിക്കുന്നത് എന്തും നിന്റെ ധ്യാനത്തിന്റെ ഭാഗമാകണം. നീ താമസിക്കുന്നത് എപ്പോഴും പള്ളിയിലാകണമെന്ന് നിർദ്ദേശിച്ചാൽ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അത് സാധിക്കില്ലല്ലോ. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഉല്ലാസമേകുന്ന, ആനന്ദമേകുന്ന കളിതമാശകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. തീർച്ചയാണ്, അത് തെറ്റല്ല. സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവരൊക്കെ തെറ്റിദ്ധരിച്ചു. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആരാധനയിൽ മടുപ്പ് തോന്നിയാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം ആരാധന. എന്ന് വെച്ചാൽ ളുഹർ നിസ്കരിക്കുമ്പോ, ജുമുഅ നിസ്കരിക്കുമ്പോ ഒരു മടുപ്പ് തോന്നിയാൽ കൈയഴിച്ചിട്ട് വീട്ടിൽ പോണം എന്നല്ല. സുന്നത്തായ അമലുകളിൽ നാം ഏർപ്പെടുമ്പോ, വ്യാപൃതരാകുമ്പോ, സുന്നത്തായ കർമ്മങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിനൊരു അരോചകം, ഒരു വെറുപ്പ് വന്നാ അവിടെ നിർത്തുക. 2 റക്അത്തായ 10 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തീരുമാനിച്ചാൽ ഒരു 5 അല്ലെങ്കിൽ 6 ഒരു മടുപ്പ് വന്ന തൽക്കാലം അവിടെ നിർത്തി വെക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്ന വിശ്വാസികളോട് മുത്തുനബിയുടെ കൽപ്പന, നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് മനസ്സിനൊരു വെറുപ്പ് തോന്നിയോ അപ്പടച്ചു വെക്കണം. വെറുപ്പോടുകൂടെ അള്ളാഹുവിന്റെ കലാം നിങ്ങൾ പാരായണം ചെയ്യരുത്. പിന്നെന്ത് വേണം? മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കണം. ഖുർആൻ അടച്ചു വെച്ചിട്ടൊന്ന് എൻജോയ് ചെയ്യണം. എന്നിട്ട് മനസ്സ്, ഹൃദയം വിശാലമാകുമ്പോ വീണ്ടും നിങ്ങൾ ഖുർആനിലേക്ക് തിരിച്ചു വരണം. സ്വഹാബത്തിനൊരു തെറ്റിദ്ധാരണ കുടുങ്ങി. ഇമാം മുസ്ലിമും തുർമുദിയും ഒക്കെ ഉദ്ധരിച്ച, ഒരുപാട് റിപ്പോർട്ടകന്മാർ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം, മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു വകാന മിൻ കുത്താബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ എഴുത്തുകാരിൽപ്പെട്ട പ്രധാന എഴുത്തുകാരനായിരുന്നു ഹൻളലത്തുൽ ഉസൈദി എന്ന സ്വഹാബി. അന്നഹു മർറ ബി അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു വഹുവ യബ്കി. ഒരു ദിവസം മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തുകൂടെ നടക്കുകയാണ്. വഹുവ യബ്കി, ഹൻളല പൊട്ടിക്കരയുന്നുണ്ട്. വല്ലാത്ത വ്യസനത്തോടുകൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ചാരത്തുകൂടെ നടന്നു നീങ്ങുന്നത്. ഒരു സഹോദരന്റെ സങ്കടം കണ്ടാൽ എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുകയും കാരണം ആരായുകയും പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പതിവ് സ്വഹാബികൾക്കിടയിലുണ്ടായിരുന്നു. ഈ രംഗം കണ്ട സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, മാലക യാ ഹൻളല, എന്തേ ഹൻളല നിനക്കു പറ്റി? നീ വല്ലാതെ കരയുന്നുണ്ടല്ലോ, നിനക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലോ, എന്തു പറ്റി? ഫഖാല, ആ സമയത്ത് കരയുന്നതിനിടയിൽ തന്നെ ഹൻളല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫഖ ഹൻളലതു യാ അബൂബക്കർ, അബൂബക്കറെ, ഈ ഹൻളല മുനാഫിഖായി പോയിട്ടുണ്ട്. ഈ ഹൻളല മുനാഫിഖായി പോയിട്ടുണ്ട്. ഹൻളലയുടെ ഈമാൻ തെറിച്ചു പോയിട്ടുണ്ട്. എന്താ കാരണം? നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന കഅന്നാ റഅയീൻ. മുനാഫിഖാകാൻ എന്താണ് കാരണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാൻ മുനാഫിഖായിട്ടുണ്ട്, എന്താ കാരണം? നമ്മൾ നബിയുടെ തിരുമുന്നിലാകുമ്പോ, സവിധത്തിലാകുമ്പോ, സന്നിധിയിലാകുന്ന സമയത്ത് യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന, പുണ്യനബി നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അല്ലാഹുവിനെ കുറിച്ചും ആഖിറത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും, താക്കീത് നൽകും, മുന്നറിയിപ്പ് നൽകും.
നബിയുടെ മുന്നിൽ നാം സംഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയതാണല്ലോ അബൂബക്കറേ. എമ്പാടും സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, റബ്ബിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അത് കേൾക്കുമ്പോ നബിയുടെ വിവരണം കേൾക്കുമ്പോ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണുന്നത് പോലെ, നരകം നേരെ കാണും പോലെ, സ്വർഗം നേരിട്ട് കാണും പോലെയുള്ള ഒരു അനുഭവവും അനുഭൂതിയും ഈമാനിക ആവേശവും നമുക്കുണ്ടാവാറുണ്ട്. നബിയുടെ മുന്നിലാകുമ്പോ, മദീന പള്ളിയിലാകുമ്പോ പുണ്യനബിയുടെ ഇൻസാറുകൾ, പുണ്യനബിയുടെ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ കേൾക്കുമ്പോ നന്നായി മനസ്സിനെ സ്വാധീനിക്കുകയും കണ്ണുകൊണ്ട് കാണുന്ന വിധത്തിലുള്ള ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഭയമുണ്ടാവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അത് കേട്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക്, ഭാര്യമാരിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു പോയാൽ നസീനാ കസീറാ, അവിടെ വെച്ച് കിട്ടിയ ആ ഭയവും, അവിടെ വെച്ചുണ്ടായ ആ ഒരു പ്രതീക്ഷയും, അവിടെ വെച്ചുണ്ടായ ഈമാനിക ആവേശവും നാം മറന്നു കളയുന്നു, മനസ്സിൽ നിന്ന് പോകുന്നു. പിന്നെ നാം കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിലും കളിയിലും വിനോദങ്ങളിലും തമാശകളിലുമാണ്. ഇത് നിഫാഖല്ലേ? ഇത് കാപട്യമല്ലേ? ഇത് മുനാഫിഖിന്റെ അടയാളല്ലേ? യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ പള്ളിയിൽ വെച്ചുണ്ടായ ഈമാനിക ആവേശം വീട്ടിൽ ചെന്നാലുണ്ടാകണ്ടേ? പലരും പറയാറുണ്ട്, വഅദ് കേൾക്കുമ്പോ എന്തോ ഒരു ഭയം, എന്തോ ഒരു ഈമാനിക ഉണർവ്, കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയല്ലോ അല്ലേ? ഇത് മനുഷ്യ സഹജമാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ട് ഹൻളലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുനാഫിഖായി പോയിട്ടുണ്ട്. കാരണം വീട്ടിൽ ചെന്നാ ഒക്കെ മറക്കുകയാണ്, പിന്നെ കളി, തമാശ, ചിരി. ഇത് കേട്ട സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫവല്ലാഹി ഇന്നാ ലകദാലിക. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാ? അവിടത്തെ ഈമാൻ ഒരു തട്ടിലിട്ടിട്ട് പിന്നെ വിശ്വാസികളുടെ എല്ലാവരുടെയും ഈമാൻ മറുതട്ടിലും ഇട്ടാൽ അബൂബക്കറിന്റെ ഈമാനിനായിരിക്കും മുൻതൂക്കമെന്ന് ഖാല റസൂലുള്ളാഹി. അത്ര വലിയ ഈമാനുള്ള ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു. ഇത് കേട്ടിട്ട് ഹൻളല, നീ അങ്ങനെ പള്ളിയിൽ വെച്ച് ഉണ്ടാകുന്ന ഈമാനിക ഉണർവും ആവേശമൊന്നും വീട്ടിൽ ചെന്നല്ലേ? ഞാനൊന്നും അങ്ങനെയല്ല, എനിക്ക് വീട്ടിൽ ചെന്നാലും ആ ഈമാനിക ഉണർവ് ഉണ്ടാവും. നബി പറഞ്ഞത് കാതിലിങ്ങനെ വന്ന് അലയടിക്കും എന്നല്ല പറഞ്ഞത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നാ ലകദാലിക, ഇത് തന്നെയാണ് എന്റെയും അവസ്ഥ, നമ്മുടെയും അവസ്ഥ. ആ ഒരു ഭയം വീട്ടിൽ ചെന്നാൽ ഉണ്ടാകുന്നില്ല. നബിയുടെ വഅദ് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭയം വീട്ടിൽ ചെന്നാൽ ഉണ്ടാകുന്നില്ല. അവിടെ കളിയും തമാശയൊക്കെ വരുന്നുണ്ട്. ഇന്നാ ലകദാലിക ഫൻതലഖ്നാ. ഹൻളലയും അബൂബക്കറും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും സംഭാഷണം നടത്തിയിട്ട് രണ്ടുപേരും അതാ തിരുസന്നിധിയിലേക്ക് നടന്നു പോകുന്നു. പുണ്യനബിയുടെ സവിധത്തിലെത്തിയപ്പോ ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൻളലയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണ് കണ്ടപ്പോ, നിറം മാറിയ മുഖം കണ്ടപ്പോ, സങ്കടമുള്ള മുഖം കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, മാലക്കയാ ഹൻളല, നിനക്കെന്തു പറ്റി ഹൻളല? നീ കരഞ്ഞതെന്തിനാ? നിനക്കെന്താ ഒരു വിഷമം, ഒരു മനപ്രയാസം എന്ന് നബിയും ചോദിച്ചപ്പോ പുണ്യ നബിയോടും ഹൻളല പറഞ്ഞത് ഇപ്രകാരമാണ്, യാ റസൂലല്ലാഹ് നാഫഖ ഹൻളല, ഈ ഹൻളല